പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സ്ത്രീകളിൽ സ്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിലുമുപരി നല്ല മാറിടങ്ങൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. പക്ഷേ പല പെൺകുട്ടികളിലും കൗമാരം പിന്നിട്ടാലും അവരുടെ സ്തനം ശരിയായിട്ട് വളരുന്നില്ല. വളരെ ചെറിയ സ്തനങ്ങളാണ് അവർക്കുള്ളത്. അത് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കുന്നുണ്ട്. ചിലരാണെങ്കിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വരെ എടുക്കുന്നു. അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പിന്നീട് കാരണമാകാം. അപ്പോൾ ആ വിഷയത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് എന്തുകൊണ്ടാണ് ചെറിയ സ്തനങ്ങൾ ചില പെൺകുട്ടികൾക്കുണ്ടാകുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഭാവിയിൽ എന്തെങ്കിലും അത് മറ്റു പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുമോ, പാല് കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിവിടെ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി കൗമാരം പ്രായം എത്തുമ്പോഴാണ് അവർക്ക് സ്തന വളർച്ച ആരംഭിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് ഈ മാമറി ഗ്ലാൻഡിലുള്ള കണക്റ്റീവ് ടിഷ്യൂവിൽ ഫാറ്റ് കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നു, ബ്രസ്റ്റ് വളരുകയും ചെയ്യുന്നു. അതുകൂടാതെ അവരുടെ ശരീരത്തിൽ മറ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നു. അതായത് അവർക്ക് ആർത്തവം ഉണ്ടാകുന്നു, പ്യൂബിക് റീജിയനിലൊക്കെ രോമങ്ങളുണ്ടാകുന്നു. ഇതിനെയൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ത്രീകളിലും ഈ മാറിടത്തിൻ്റെ വലിപ്പവും ആകൃതിയും ഒരുപോലെ ഇരിക്കുകയില്ല. ചില പെൺകുട്ടികളിൽ കൗമാരപ്രായം പിന്നിട്ടാലും അവരുടെ സ്തനങ്ങൾ വളരെ ചെറുതായിട്ട് തന്നെ ഇരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ലെവല് സാധാരണ ലെവലിൽ ആണെങ്കിൽ പോലും അവരുടെ മാമറി ഗ്ലാൻഡ് ആ ഹോർമോണിനോട് കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് നമ്മൾ ഈസ്ട്രജൻ കൂടുതലായിട്ട് കൊടുത്താൽ തന്നെയും ബ്രസ്റ്റ് ടിഷ്യൂ വികസിക്കാൻ സാധ്യതയില്ല, അതായത് ബ്രസ്റ്റ് വളരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ബ്രസ്റ്റ് പല പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതിലേറ്റവും പ്രധാനം ഒന്ന് പാരമ്പര്യമാണ്. ചില മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ചെറിയ സ്തനങ്ങളുണ്ടാകാം. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ അപാകതകൾ കൊണ്ടും ചിലപ്പോൾ സ്തനങ്ങളുടെ വളർച്ച ചെറുതാകാം. പിന്നെ ഈസ്ട്രജൻ എന്ന ഹോർമോണാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളി. അപ്പോൾ ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ലെവലിൽ കുറവ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സ്തനങ്ങൾ ശരിയായ രീതിയിൽ വളർച്ച പ്രാപിക്കില്ല. അപ്പോൾ ചെറിയ സ്തനങ്ങളിലുള്ള പെൺകുട്ടികൾ മാനസികമായി കൂടുതൽ സങ്കടപ്പെടാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. അവർ ചില പരിശോധനകളൊക്കെ ചെയ്യേണ്ടി വരും. അതായത് പെർവജൈനൽ എക്സാമിനേഷൻ ചെയ്യും. അതുപോലെ തന്നെ അൾട്രാസോണോഗ്രാഫി തുടങ്ങിയ പരിശോധനകൾ ചെയ്യേണ്ടി വരും. ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അളവ് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ നോക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പരിശോധന ചെയ്ത് അവർക്ക് ആർത്തവം എല്ലാ മാസങ്ങളിലും കൃത്യമായി വരികയും അതുപോലെ തന്നെ മറ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറിയ സ്തനങ്ങൾ നോർമൽ ആണ് എന്ന് നമുക്ക് വിലയിരുത്താം. അവരിൽ നമ്മൾ കൂടുതലായിട്ട് ഈസ്ട്രജൻ എന്ന ഹോർമോൺ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ഗുളിക രൂപത്തിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പോലും അവരുടെ ബ്രസ്റ്റ് ടിഷ്യൂ അതിനോട് പ്രതികരിക്കുകയില്ല, സ്തനങ്ങൾ വളരുകയില്ല. അതുമാത്രമല്ല മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണ് എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ചെറിയ സ്ഥലങ്ങളിലുള്ള പെൺകുട്ടികൾക്ക് അവർക്കൊരു റീഅഷ്വറൻസാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. 3 കാര്യങ്ങളിലാണ് അവർക്ക് റീഅഷ്വറൻസ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന്, ആദ്യമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് എല്ലാ സ്ത്രീകളുടെയും മാറിടങ്ങളിൽ ഒരേ രീതിയിലായിരിക്കില്ല, ഒരേ വലിപ്പത്തിലായിരിക്കില്ല. ഓരോ സ്ത്രീയുടെയും മാറിടങ്ങൾ അല്ലെ സ്തനങ്ങൾ ഓരോ ആകൃതിയിലും ഓരോ വലിപ്പത്തിലുമായിരിക്കും. അവരുടെ ചെറിയ സ്തനങ്ങൾ ചിലപ്പോൾ അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ച് അത് നോർമൽ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മാനസികമായി സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഈ ചെറിയ സ്ഥലങ്ങളുണ്ടെങ്കിലും അത് ഫ്യൂച്ചറിൽ അവർക്ക് കുഞ്ഞുണ്ടാകുന്നതിന് എന്തെങ്കിലും തടസ്സം, അല്ലെ ഫെർട്ടിലിറ്റിക്ക് എന്തെങ്കിലും തടസ്സം, അല്ലെ മുല കൂട്ടുന്നതിന് എന്തെങ്കിലും തടസ്സം, ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞ് പാല് കുടിക്കാൻ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ ആ ചെറിയ ബ്രസ്റ്റ് കൂടുതലായിട്ട് വലുതാകുകയും അത് സാധാരണ വലിപ്പത്തിലാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്മോൾ ബ്രസ്റ്റ് ചില പെൺകുട്ടികളിൽ എന്തുകൊണ്ടുണ്ടാകുന്നു, അതിന് നമ്മൾ എന്താണ് പ്രതിവിധി, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.